എനിക്ക് തോന്നിയിട്ടുള്ളത് നാടകത്തിൽ നിന്നൊരു ഒരു കലാകാരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു നാടകം അഭിനയിക്കണം ആഗ്രഹമുണ്ട്. കോളേജ് പഠിക്കുമ്പോൾ ഞാനൊരു ചെറിയ നാടകം അഭിനയിച്ചു, പിന്നീട് ഇത് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നണ ഒരു സീരിയലും സിനിമയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, നാടകം ചെയ്യാനാണ് ബുദ്ധിമുട്ട് എന്നൊക്കെ തോന്നണേ. കാരണം ഞാൻ അന്ന് ചെയ്തൊരു എക്സ്പീരിയൻസ്. കാരണം ഡയലോഗ് നമ്മൾ കാണാതെ പഠിക്കണം, തെറ്റിയ ഒരു രക്ഷയില്ല, ലൈവാണ്. അപ്പോൾ ഏറ്റവും നല്ല ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി അഭിനയം എന്നുള്ള രീതിയിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു നാടകമായിരിക്കും. മറ്റുള്ളവർക്ക് കാരണം സുഖമായ ഒരു ഫീൽഡ്. അപ്പോൾ എല്ലാം നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. സീരിയൽ എനിക്ക് തോന്നുന്നത് ചുമ്മാ അവിടെ പോയി നിന്ന് നമുക്ക് അഭിനയം അറിയാത്തവരും അഭിനയിച്ച് നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് അങ്ങനെ ചെയ്തു പോവാം. ഭയങ്കര കംഫർട്ടാണ്. പക്ഷെ നാടകം അത്ര ഈസി അല്ല. അതാണ് ചേച്ചി പറയുന്നത്, നാടകത്തില് വെളിയിൽ ഇരുട്ടും അകത്ത് സ്റ്റേജിൽ വെട്ടമായിരിക്കും. എവിടുന്ന് എറി വരുന്ന പറയാൻ പറ്റത്തില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ നാടക ആർട്ടിസ്റ്റുകളെയാണ് യഥാർത്ഥ കലാകാരന്മാരെന്ന് പറയുള്ളൂ. അവരാണ് ശരിക്കും. ഞാൻ പക്ഷെ നാടകത്തിലാണെന്ന് വെച്ചപ്പോൾ ചേച്ചി അത് എന്താ അങ്ങനെ വെച്ചെന്ന് വെച്ചാൽ അല്ല, എനിക്കറിയില്ല അങ്ങനെ നാടക ആർട്ടിസ്റ്റുകളും സിനിമ സീരിയൽ ആർട്ടിസ്റ്റുകളെയും അപ്പിയറൻസിൽ എന്തെങ്കിലും. ഇപ്പം നമ്മുടെ ക്യാമറയിൽ നോക്കുമ്പോൾ എന്തായാലും കമന്റ്സ് വരും ഉറപ്പായിട്ടും, ഞാൻ പറഞ്ഞ സത്യമാണെന്ന്. അല്ല, അതൊരു കല തന്നെയാണല്ലോ, ഏറ്റവും ബഹുമാനിക്കേണ്ട ഒരു കല തന്നെയാണ് നാടകം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു നാടകം, ഒരു സ്റ്റേജിൽ ഒരു നാടകം ചെയ്യണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷെ എന്നെ കൊണ്ട് എൻ്റെ ഈ തൃശ്ശൂർ സംഭാഷണം ഞാൻ ഡബ് ചെയ്യാറില്ല ഒന്നിലും. ആ സ്ലാങ് അതൊക്കെ പിന്നെ കാണാതെ പഠിച്ച് ഇനി പറഞ്ഞാൽ ഞാനത് തെറ്റിക്കോ അങ്ങനെയൊക്കെയുള്ളൊരു ഭയമുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രൊമിറ്റ് ചെയ്ത് തരുന്നുണ്ടല്ലോ. ഡയലോഗ് ഡെലിവറി ഒക്കെ കറക്റ്റ് ആണ്. പക്ഷെ സത്യത്തിൽ ഞാൻ സത്യത്തിൽ ഡയലോഗ് പഠിച്ച് സ്വന്തമായിട്ടിട്ട് അഭിനയിക്കുന്നത് എൻ്റെ ഒരു മോഹമായിരുന്നു. ആ മോഹം ഒരു ഫിലിമിൽ സാധിച്ചു. സ്പോട്ട് ഡബിങ് ആയിരുന്നു. അത് അമലാപോളിന്റെ ഒപ്പം ഞാൻ ദിജ എന്നുള്ളൊരു മൂവി ചെയ്തു. ദിജ. പക്ഷെ അത് ഇറങ്ങിയിട്ടില്ല. അമലാപോളിന്റെ ഒപ്പമായിരുന്നു, സ്പോട്ട് ഡബിങ് ആയിരുന്നു. അതെനിക്ക് ഒരു വെല്ലുവിളിയായിരുന്നു. ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷെ ചെയ്തു. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്പൂതിരി ഭാഷയാണ് ഇതിൽ സംസാരിക്കേണ്ടത്. ഓൾറെഡി തൃശ്ശൂര് ഞങ്ങളുടെ ഭാഷ ഒന്ന് നീട്ടി പിടിച്ചോ, അതുകൊണ്ട് രക്ഷപ്പെട്ടു പോയി. വേറെ കാര്യമുണ്ട്, സീരിയലിൽ നീ എവിടെ പോകുന്നു ചോദിക്കും, നീ എങ്ങടായി പോകുന്നേ എല്ലാവരും ട്രോളി കൊല്ലും എന്നെ. സത്യമാണ്, ഏത് സെറ്റിൽ പോയാലും ഞാൻ ഇടയ്ക്ക് അങ്ങനെ വരൂ, എങ്ങടാ പോണേ വരൂ. അതൊക്കെ ആദ്യമൊക്കെ ഡബിങ് ആർട്ടിസ്റ്റ് എന്നെ തെറി വിളിച്ച് കൊന്നുണ്ടാവും. പക്ഷെ ഇപ്പൊ കൊറേയൊക്കെ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ സീരിയലിൽ ഇങ്ങനെ ഇതായിട്ട് എന്റെ ഭാഷ കുറച്ചൊക്കെ ഇപ്പൊ എനിക്ക് അധികം ഇങ്ങനെ ഇവരൊന്നും കളിയാക്കണില്ല. മറ്റേത് ഇവർക്ക് എന്നെ കാണുമ്പോ മൊത്തം ഭാഷ പറയില്ല. പേടി മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ കളിയാക്കുന്നത്, കുറച്ചുകൂടെ കോൺഫിഡന്റ് വരാൻ വേണ്ടി കളിയാക്കലൂടെ കോൺഫിഡന്റ് ആവും. അത് ഞാനോ? അല്ല, എല്ലാരും അങ്ങനെ തന്നെയാണ്. അല്ല, എനിക്ക് അങ്ങനെ ചമ്പലൊന്നുമില്ല. ഞാൻ ഭയങ്കര ആത്മവിശ്വാസമുള്ള ഒരാളാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞല്ലോ, ഞാനൊരു കോസ്മോളജി ടീച്ചറായിരുന്നെന്ന്. പിന്നെ ഒരു സംഘടനയുടെ നേതാവ്, ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ്. അപ്പൊ എനിക്കങ്ങനെ ഈ ആരെങ്കിലും അഭിമുഖീകരിക്കണോ അല്ലെങ്കിൽ എന്റെ കാര്യം പറയാനോ അങ്ങനെ ഒരു ഒരു ജീവിതത്തിലേക്ക് ഒന്നിനോട് പേടിയില്ല. ആരെയും പേടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ എന്താ പറയാ, നമ്മൾ ഒരു തെറ്റുകാരി ആവരുത് എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ അല്ലാണ്ട് വെറുതെ അനാവശ്യമായിട്ട് പേടി എനിക്കില്ല. ആവശ്യത്തിന് പേടി നമുക്ക് ഉണ്ടാവുമല്ലോ. പേടി എന്നുള്ളത് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പേടി തീരെ പേടിയില്ലാത്തവനെ എന്ത് തെണ്ടിത്തരം ചെയ്യും. അപ്പൊ ആ പേടിയില്ലായ്മ എന്ന് പറയുന്നത് എന്ത് തെണ്ടിത്തരം ചെയ്യാനുള്ളതല്ല. നമ്മുടെ കാര്യങ്ങൾ പറയാൻ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ, അതിനാരെയും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈ തെണ്ടിത്തരം ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ചേച്ചി അടുത്ത്? എന്റെ അടുത്ത് ഏത് രീതിയിൽ നമുക്കിപ്പോ ഏത് രീതി എടുക്കാമല്ലോ. ഞാൻ അതിനൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. എന്ത് കാര്യമാണെങ്കിലും എനിക്ക് പിടിക്കാത്ത കാര്യമാണെങ്കിൽ ഞാൻ പ്രതികരിക്കും, ഞാൻ കാര്യം പറയും. അതിലെന്ത് നഷ്ടപ്പെട്ടാലും എനിക്ക് കുഴപ്പമില്ല. പിടിക്കാതെ വന്നൊരു കാര്യം പറയാമോ? അതായത് ചേച്ചിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യത്തിൽ പ്രതികരിച്ചു. ആത്മാർത്ഥമില്ലാത്ത കാരണം നമ്മൾ അങ്ങോട്ട് തിരിച്ച് ആത്മാർത്ഥം പറഞ്ഞാൽ എന്താണ് പല കാര്യങ്ങളും. ഇപ്പം നമ്മളിപ്പം അബ്യൂസ് എന്ന് പറയുന്നത്, നമ്മളിപ്പം ലൊക്കേഷൻസ് ഒക്കെ ഇപ്പോൾ ചെല്ലുമ്പോഴേ ഈ സിനിമാ മോഹമായിട്ട് ചെല്ലുന്ന ആൾക്കാരെ സിനിമ എടുക്കാത്ത കുറെ നാറികളുണ്ട്. സിനിമ എടുക്കാത്ത സീരിയൽ എടുക്കാത്ത നാറികൾ. പക്ഷെ സീരിയൽ ഉള്ളവരൊക്കെ നീറ്റാണ്. ഇത് എടുക്കുന്നു പറഞ്ഞ് കുറച്ച് പോസ്റ്ററൊക്കെ ഇട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഒരു കണക്കിന് എന്നെ അങ്ങനെ ആരും വിളിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ഒന്ന് എന്താ പറയാൻ കാരണം വെച്ചാൽ, ഞാൻ സത്യത്തില് ഞാനൊരു സ്ഥലത്ത് ചാൻസ് ചോദിച്ച് പോയിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് പൊളിറ്റീഷ്യനാണ്, KTDC ജോലി ചെയ്യുന്ന സമയത്ത് ഒത്തിരി സിനിമ സീരിയലുകാർ അവിടെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധത്തിനുമുള്ള ആളുടെ സൗഹൃദത്തുമ്മയാണ് ഞാൻ ഈ വർക്കിലേക്ക് വന്നിട്ടത്. കാരണം ഞാൻ ഒരിക്കലും ഒരു ആർട്ടിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിച്ച ആളല്ല. എനിക്ക് നല്ല ഫ്രീഡമാണ് ഒരു എഴുത്ത്. പിന്നെ എനിക്ക് കുറേ ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരാളാണ്. ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ നമ്മുടെ എല്ലാ ഫ്രീഡം നഷ്ടപ്പെട്ടു. കാരണം നമ്മളിപ്പോൾ ഇറങ്ങുമ്പോൾ നമുക്ക് ആൾക്കാർ അറിയും. അത് മറ്റേത് നമുക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആർട്ടിസ്റ്റായി ജീവിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ പബ്ലിക്കിനെ നമ്മൾ
അവര് നമ്മളെങ്ങനെ ശ്രദ്ധിക്കണു എന്നൊക്കെയുള്ളത് ഒരു അസ്വസ്ഥതയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. മറ്റേ നമ്മുടെ ഫ്രീഡം നഷ്ടപ്പെടുകയാണല്ലോ അത്. അതെ അതെ. അപ്പോൾ ഞാൻ അങ്ങനെ ഈ ഫീൽഡിൽ വന്ന കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു മോശമായ അനുഭവങ്ങളോ അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ചില ഇനിയിപ്പോൾ അത് പറഞ്ഞൊരു വലിയ വിവാദം ഞാൻ ആവും. ഒന്നുമില്ല പറഞ്ഞു. ഒരു തമിഴ് മൂവിയിൽ എന്നെ അങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ പോയി, ഞാനിപ്പോൾ ആരും ഇത് പേര് പറയണില്ല. അല്ല കുഴപ്പമൊന്നുമില്ല ചേച്ചി, പറഞ്ഞു. തമിഴ്നാട്ടിലല്ലേ? അല്ല, ഞാൻ മലയാളം മൂവി ചെയ്തതിലൊന്നും എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ അത്ര വലിയ നല്ല ആർട്ടിസ്റ്റുകളൊപ്പം ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ജയരാജ് വാര്യരുടെ വൈഫായിട്ട് ഞാൻ ചെയ്തു ഫെബ്രുവരി 14 എന്നുള്ളൊരു മൂവി. പിന്നെ പോത്തിന്തല എന്ന് പറഞ്ഞിട്ട് ശിവജി ഗുരുവായൂരിൻ്റെ വൈഫായിട്ട് 2 മൂവി ചെയ്തു. അമല പോളിൻ്റെ ഒപ്പം അഭിനയിച്ചു. അത് റിലീസ് ആവാൻ പോകുന്നല്ലേ? അത് 2 കൊല്ലം മുമ്പെയാണ് മൂവി പിടിച്ചത്. അതൊരു അവാർഡ് മൂവി പോലെയായിരുന്നു. അപ്പോൾ ഫുൾ എനിക്ക് മുഴുവൻ എനിക്ക് അമലയുടെ ഒപ്പം തന്നെയായിരുന്നു ആ സീൻസ്. പക്ഷേ അവിടെയൊക്കെ എനിക്ക് ഒരു മോശം അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. സേഫായിരുന്നു എനിക്ക് ഈ ഫീൽഡ്. കാരണം ഒരു പക്ഷേ എനിക്ക് എൻ്റെ സൗഹൃദങ്ങൾ എൻ്റെ ഹസ്ബൻഡിനുള്ള കാരണം ഉണ്ടോ അല്ല അതല്ലാത്ത ഇതിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു തമിഴ് മൂവിയിൽ ഞാൻ പേരൊന്നും ഞാൻ പറയണില്ല, നല്ലൊരു ഇതിൻ്റെ മൂവിയിൽ ഞാൻ പോയി ഒരു ദിവസം അതിൽ അഭിനയിച്ചു. ചെന്നൈയിൽ. ചെന്നൈയിൽ എനിക്ക് ഓർമ്മ വരുന്നില്ല അങ്ങോട്ട് കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് പറയാൻ കിട്ടുന്നില്ല. അഭിനയിച്ചത് ജാക്കി ഷെർഫൊക്കെ ഉള്ളൊരു പടം തന്നെയായിരുന്നു. എൻ്റെ FB-ലൊക്കെ അത് കിടക്കണേ. ഇപ്പം എനിക്ക് പറയാൻ പേടിയൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ നമ്മളോട് ചോദിച്ചൊരു ചോദ്യമാണ്, സിഗരറ്റ് വലി ഇല്ല, കള്ളുകൂടിയില്ല, പക്ഷെ പെണ്ണ് ഒരു വീക്ക്നെസ്സാണ് അയാൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാ രീതിയിലും സഹകരിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ നമ്പർ 1 നടിയാക്കാന്ന് പറഞ്ഞു. എത്ര വർഷം മുമ്പ്? ഒരു 4-5 വർഷം മുമ്പ്. 5 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അറിയില്ല എനിക്ക്. അപ്പം ഞാൻ ആളോട് പറഞ്ഞു, തമിഴിലാണ്, എനിക്ക് തമിഴ് വലിയ പിടുത്തുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടി ഒരാളുടെ കൂടെ കിടക്കുന്നവളെ വേശ്യാന്ന് പറയാം, ഇത് തന്നെ ചാൻസിന് വേണ്ടി കിടക്കുന്ന ഒരാളും. അങ്ങനെ എൻ്റെ ശരീരം എൻ്റെ ഒരു അഭിമാനമാണ്. ഞാനൊരു വ്യക്തിത്വമുള്ള ഒരാളാണ്. എൻ്റെ ശരീരം ഒരു വിൽപ്പന ചെറുക്കല്ല. പിന്നെ അങ്ങനെ ഒരു പേര് എനിക്ക് ആഗ്രഹമില്ല, സോറി എന്ന് പറഞ്ഞു. അവിടുന്ന് ആ ദിവസം ഷൂട്ട് കഴിഞ്ഞു. ഞാൻ ആ ഷൂട്ടിന് പോയി, എനിക്ക് എൻ്റെ പേയ്മെൻറ്റ് വരെ തന്നില്ല. അവർ 20,000 രൂപ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടുത്തെ എനിക്ക് എന്നെ അധികം ഫിലിമിലൊക്കെ റെക്കമെൻഡ് ചെയ്തത് കുളപ്പുള്ളി ലീല ചേച്ചിയാണ്. ലീല ചേച്ചി എനിക്കൊരു അമ്മയെ പോലെയാണ്. എൻ്റെ വീട്ടിലൊക്കെ വരാറുണ്ട്. ചേച്ചി ഒത്തിരി ഇന്നലെയും കൂടി എന്നെ വിളിച്ചിട്ട് ചേച്ചി ഒരു തമിഴ് മൂവിയിലേക്ക് എന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചി പറഞ്ഞു, ഇത് ചേച്ചിയുടെ കെയർ ഓഫിലല്ല വന്നത് ആ മൂവി, അത് ഒരു തമിഴ് ആർട്ടിസ്റ്റ് എൻ്റെ കൂടെ ഒരു ചെറിയൊരു വർക്ക് മലയാളത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആള് നമ്പർ കൊടുത്തിട്ട് വിളിച്ചതാണ്. അപ്പോൾ എന്നെ കുറിച്ച് അവർക്കൊന്നും അറിയില്ല, ഞാൻ എന്താണ് എൻ്റെ സ്വഭാവം ക്യാരക്ടറൊന്നും അറിയാണ്ട് അവരങ്ങനെ വിളിച്ചിട്ടുള്ളതാണ്. ഞാൻ ചെന്നു. അപ്പോൾ 20,000 രൂപ ഒരു ദിവസത്തിന് അവർ പേയ്മെൻറ്റും പറഞ്ഞു. ഞാൻ 50,000 പറഞ്ഞു ഒരു ദിവസത്തിന്. അപ്പം ലീല ചേച്ചിയോട് പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇവർ പറഞ്ഞു 20,000 വെച്ചിട്ട് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ചെന്ന് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ അന്നത്തെ ദിവസം ഷൂട്ട് ചെയ്തപ്പോൾ ഇവർ പറഞ്ഞു, ഇനി ജാക്കി ഷെർഫിന് അന്ന് എന്തോ അഭിനയിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് അവർക്ക് പോകേണ്ടി വന്നപ്പോൾ ബ്രേക്ക് ചെയ്തു. പിന്നെ അവർ വീട്ടിൽ പോയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ വിളിച്ചു. അതിലൊരു നർത്തകിയായിരുന്നല്ലോ, നല്ലൊരു ക്യാരക്ടറായിരുന്നു. അപ്പം എന്നോട് ഞാൻ ഡാൻസ് പഠിക്കും, ഡാൻസ് എനിക്കറിയാം, ഞാൻ ക്ലാസിക്കൽ പഠിക്കുന്നുണ്ടായിരുന്നു. ഡയറക്ടറിന്റെ കൂടെ ഡാൻസ് കളിച്ചായിരുന്നെങ്കിൽ ചിലപ്പോ അതെനിക്കറിയില്ല, കാരണം ഞാൻ ആരുടെ പേരെടുത്ത് പറയാം. അല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെ എന്തിനാണ് ചേച്ചി ആവശ്യപ്പെടുന്നത്? കാര്യം എല്ലാവരും ജീവിക്കാൻ വേണ്ടി പോകുന്നത്. മേക്കപ്പ് നമ്മൾ ഇടുന്നത് വിചാരിച്ചിട്ട് നമ്മൾ എന്തും ചെയ്യണമെന്നൊക്കെ പറയുന്നത് ശരിയാണോ? ഒരിക്കലും. ഞാൻ പറയുന്നത് ഈ ഫീൽഡിൽ മാത്രമല്ല, അങ്ങനെയുള്ള എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും പ്രശ്നമുണ്ട്. പക്ഷേ ഈ ഫീൽഡിൽ അത് പ്രത്യേകിച്ച് ഇട്ട് പറയും. പിന്നെ എനിക്ക് പറയുള്ളത്, ഈ ഫീൽഡിൽ ആരായാലും നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ഇന്ന പോലെ ഞാൻ എൻ്റെ കൂടെ സഹകരിച്ച് നിനക്ക് ചാൻസ് തരാമെന്ന് പറയുമ്പോൾ നോ പറയാൻ ഒരു പെണ്ണിന് കഴിയാത്തത് അവരുടെ കുറ്റം. അത് പിന്നീട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എല്ലാവരും അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഫീൽഡിൽ അങ്ങനെ ഒരാളും ചോദിക്കാൻ ധൈര്യപ്പെടില്ല, അല്ലേ? ചോദിക്കാത്തതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ഇപ്പം വീണ്ടും വന്നത്.